ഗായ്സ് വെൽക്കം ബാക്ക്. ഞാൻ എൻ്റെ കറ്റയൊക്കെ വിരിച്ച് നിൽക്കുന്നതിനല്ലേ ഞാൻ ഇവിടെ ഒരു കേക്ക് അറുത്ത് മുറിച്ച് ചിന്നേനു. എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്നേ ഇതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ കേക്ക് വെട്ടി മുറിച്ച് പീസാക്കി ഞാൻ തന്നെ തിന്നാണ്. നല്ല രസമുണ്ട്. നോക്കി ഇങ്ങനെയൊക്കെ ഞാൻ നിൽക്കുകയാണെങ്കിലും എൻ്റെ അബ്ബക്ക് എൻ്റെ മുടിമലക്കാലി ഒരിക്കൽ വെട്ടിയിട്ടൊന്നും മതിയായിട്ടില്ല. എനിക്ക് കത്തി എത്തി തിന്നുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഇങ്ങനെ വാരി പിടിച്ച് തിന്നാനാണ് കേട്ടോ. അവിടെ മൊബൈലൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചേ കണ്ടോ. നല്ല രസമില്ലേ ഈ കേക്ക്? നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഇതാ. സത്യത്തില് ഞാൻ ഇങ്ങോട്ട് വന്നതിൻ്റെ പിന്നാലെ വലിയൊരു കഥ ഉണ്ടായി. ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ ഇക്കാക്ക. എല്ലാവരും പറയുന്നത് ഞാൻ എൻ്റെ ഇക്കാക്കൻ്റെ അതേപോലാണുള്ളത്. കാക്കൻ്റെ ചെപ്പിൻ്റെ ചെരുപ്പ് ഒരുപോലാണ്. അങ്ങനെ ആണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇക്കാക്ക പോലും ഞാനും ഒരുപോലെ. എൻ്റെ അബ്ബ ഇക്കാക്കനെ പിടിച്ച് നിൽക്കണമെന്ന് എനിക്ക് വലിയ ഇഷ്ടമാണെന്നൊന്നുമില്ല. പിന്നെ ഇതെൻ്റെ ഉമ്മീൻ്റെ മക്കൾ കേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഓല് തിന്നൂല. ഓല് ഇങ്ങനെ നോക്കി വെള്ളം ഇരിക്കലു. ഞാൻ എത്ര ഭാഷ പറഞ്ഞു അറിയാം തിന്നാൻ. ഞാനാണ് കൈയുമ്പി കൊയങ്ങിക്ക് നോല് പറഞ്ഞിട്ടൊന്നും ഓല് കേൾക്കുന്നില്ല. ഓലിക്ക് അത് വേണ്ടാന്ന് തോന്നുന്നു. ഓലിങ്ങനെ നോക്കാനല്ലാണ്ട് തിന്നുന്നില്ല. എത്ര ഭാഷ വെച്ചിട്ട് ഈ പയ്യ ഓലിക്ക് വേണമെങ്കിൽ ഓലിക്ക് തിന്നൂരേ. ഓലിങ്ങനെ ചിരിച്ചും വെള്ളം കുടിച്ചും ഒപ്പിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓലൊക്കെ കോലെങ്ങനെ. ഓലൊക്കെ വീട്ടിൽ കളിക്കാൻ ഇങ്ങനെയാണ് ഓലോ നടക്കുക. ഇനി കേക്ക് കൊത്തില്ല പറയും. ഞാൻ കുറേ കൊത്ത് കോലി തിന്നായിട്ട് എൻ്റെ അമ്മക്ക് കുറേ കൊത്ത്. പക്ഷെ ഓല് തിന്നേയ്യ. ഇതെന്നെ പേരിപ്പിക്കാനോ എന്നെ കളിപ്പിക്കാനോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബൗന്നൊക്കെ പറയുന്നത് എനിക്കാണ് ഇങ്ങനെ വേർപ്പിക്കണമെന്ന് ഇഷ്ടമല്ല. പിന്നെ ഞാൻ തന്നെ എൻ്റെ കാര്യം ചെയ്യുന്നതുകൊണ്ട് ഞാൻ വൈബ്സൊക്കെ എടുത്തിൻ്റെ മുഖമൊക്കെ ഇട്ടു. അപ്പം നമ്മൾ ഇവർ വന്നതിന് വലിയൊരു ദുരുദ്ദേശം ഉണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഉണ്ടായ ഉദ്ദേശമാണ് വരുന്നതിന് മുന്നേ വരയില്ലേനു. ആ കണ്ട മോഡൽ കണ്ടില്ലേ അതിൻ്റെ പാപ്പി വച്ചോട്ടാ. പാപ്പി വച്ചിട്ട് പറഞ്ഞ് അതുപോലെ തയ്ക്കുക ഔസുമാരാന്നല്ല എൻ്റെ ഉമ്മാൻ്റെ മാമൻ്റെ പെണ്ണുങ്ങള്. കാണുന്ന പോലൊന്നുമല്ല, വയസ്സൊന്നുമില്ല, ചെറുപ്പക്കാറ്റി പെണ്ണുങ്ങളാ. നല്ല എനിക്ക് കാണാൻ ഒരുപാട് ഡ്രസ്സ് വാങ്ങിട്ടുണ്ടെങ്കിലും അവസുമ്മ തയ്ച്ച ഡ്രസ്സ് ഞാൻ ഇതുവരെ എത്തിയില്ല. അവസുമ്മ വല്ല ഒരു തയ്പ്പുകാരിയാണ്. ഒരുപാട് ഡ്രസ്സ് തയ്ച്ചേക്ക് 1 മണിക്കൂർ കൊണ്ട് ചുരിദാറൊക്കെ തയ്ച്ചു കൊടുക്കുമല്ലോ. ഒരു മോഡൽ കണ്ട അതുപോലെ തയ്ക്കും, ഒരാളെ കണ്ട അതുപോലൊക്കെ തയ്ക്കും. അങ്ങനൊക്കെ ഒരുപാട് വലിയ പേരുള്ള ആവശ്യമാക്ക് സ്വന്തമായിട്ട് കഥയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആവശ്യമാക്ക് ഒരാഗ്രഹം ആവശ്യമ്മ തയ്ച്ചിട്ട് ഞാൻ ഇടണമെന്ന്. അപ്പം ഇതേതോ മോഡൽ കുപ്പായാണെങ്കിലും പക്ഷെ എനിക്ക് ഇതിൻ്റെ കളറ് നല്ല ഇഷ്ടമായി. പക്ഷെ എത്ര വേഗം തയ്ക്കുന്നേ. ഞാൻ വന്ന് ഒരു 1/2 മണിക്കൂറാകുമ്പോഴത്തേനും സത്യത്തിൽ എനിക്കല്ലേ തയ്ച്ചാൽ നിൽക്കുക. മോഡൽ പിന്നെ പാപ്പി വച്ച പോലെ ആയില്ല എന്നൊക്കെ പറഞ്ഞ പാപ്പി എന്തൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത് ശരിക്കും? ഇവർക്ക് ഇതൊക്കെ അറിയോ എന്നൊക്കെ നോക്കാൻ. അതിൻ്റെ അടുക്ക് മമ്മ ആവശ്യമാരുടെ ഫോൺ ഇട്ടപ്പോൾ അതിൽ മമ്മൻ്റെ റീല് കണ്ടല്ലോ. അതിൽ മമ്മക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ റീലൊക്കെ ഫേമസ് ആവുന്നുണ്ടെന്നാണ് പറഞ്ഞത്. മമ്മക്ക് അറിയില്ലല്ലോ എല്ലാവരും എന്നെ കണ്ടിട്ടാണ് ഫോളോ ചെയ്യും. ഞാൻ പിന്നെ കുറച്ച് നേരം ഇരുന്ന് എഴുതി പഠിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം വേണ്ടേ എനിക്ക് എഴുതാനും പഠിക്കാനും അറിയാം. 1 മണിക്കൂർ ഒരു പറഞ്ഞാവശ്യം എത്തിയല്ലേ. അപ്പം ആ നേരം കൊണ്ട് ഞാൻ കുറച്ചേരം ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യട്ടെ. അതിൻ്റെ അടുക്ക് ഞാൻ അമ്മനൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട് ഞാൻ എഴുതി ശരിയാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ആവശ്യമ്മ പിന്നെ തകർത്തയായി തയ്ച്ചോണ്ടിരിക്കാൻ. ഇതിൻ്റെ ഒക്കെ ആവശ്യമാൻ എന്തല്ലോ പറഞ്ഞ് വേർപ്പിക്കുന്നുണ്ട് കേട്ടോ. മമ്മക്ക് ടയർ പഠിക്കണം, മമ്മക്ക് മീശി, മമ്മക്ക് ഇങ്ങനെ തന്നെ എന്ത് കണ്ടാലും അതൊക്കെ ചെയ്യണം പറയും. എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. മമ്മൻ്റെ വായാണെങ്കിൽ അതിയേ ഇല്ല. ഞാൻ ഇപ്പോൾ കുറച്ചേരം ഇരുന്ന് കളിക്കാനൊക്കെ വിചാരിച്ച്. മമ്മ പറയുന്നത് വെച്ചാൽ ആവശ്യമ്പോൾ തയ്ക്കുന്നത് ഒരു ട്യൂട്ടോറിയലായിട്ടൊക്കെ ചെയ്യാനെന്നാ. തയ്ക്കുന്നൊക്കെ ട്യൂട്ടോറിയലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എനിക്കറിയൂല കേട്ടോ. മമ്മ എന്തല്ലോ പറയുന്നുണ്ട്, ആവശ്യമെന്തല്ലോ പറയുന്നുണ്ട്. ആവശ്യമൊക്കെ അരക്കുന്നൊരു കട ഉണ്ട് കേട്ടോ. സാറാ അരക്കുന്നവരുള്ളവരാണെങ്കിൽ കടയിൽ പോവാൻ മാക്കത്ത്. ആവശ്യമ്മൻ്റെ പാവാടാണ് അടിക്കുന്നത്. പാവാടാണ് ആടെ വിചാരിച്ചത്. അപ്പം നോക്കുമ്പോൾ പാവാടല്ല എൻ്റെ ശോഷറാന്ന് പറഞ്ഞ്. അതിൻ്റെ അടുക്ക് അബ്ബ ഇങ്ങനെ അമ്മനോട് പറയാം പോവാന്ന്. അബ്ബക്ക് ഇങ്ങനെ ഏതെങ്കിലും ചെന്നിന് അപ്പം പോകണം. പ്രത്യേകിച്ച് ഉമ്മൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ എനിക്കൊരു കലഹം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിലും അമ്മൻ്റെ കുടുംബത്തിൽ ചെന്നാൽ അപ്പം അബ്ബക്ക് പോകണം. അത് നിൽക്കാനും നേരം ഉണ്ടാവില്ല, ഇരിക്കാനും നേരം ഉണ്ടാവില്ല. അപ്പം കേക്ക് കൊടുത്തിട്ട് ചെന്നിട്ടില്ല, വെള്ളം മാത്രം കുടിച്ചിട്ട് ആറ്റിറ്റ്യൂഡ് ജാതി ഇട്ടിട്ടാണ് അമ്മ പറയല്. എനിക്കിതൊന്നും അറിയൂല. എന്തായാലും എൻ്റെ കുപ്പ എപ്പം റെഡി ആവും കേട്ടോ. എൻ്റെ ശോഷറാണ് ആദ്യം റെഡിയാണ്. എൻ്റെ ശോഷറ റെഡിയായ അപ്പം ഞാൻ അതിട്ട് നോക്കൂ. നല്ല കോറ്റം കുപ്പായാണല്ലോ. ഈ കുപ്പായത്തെ ചൂടിരിക്കും. ഈ കുപ്പായത്തിന് എന്തൊക്കെ മഹിമാനോ പറയുന്നത്. നല്ല രസമുണ്ട്. എന്തായാലും എനിക്ക് കളർ ഭയങ്കര ഇഷ്ടം. പിന്നെ എത്ര നേരം വെച്ചിട്ട് തയ്ക്കുന്നത് നോക്കി നിൽക്കാം. ഞാൻ കൊച്ചേരം ചാത്തൻ്റെ ഇക്കാക്കൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് കളിച്ച്. അപ്പോളിതാ എൻ്റെ ശോഷർ റെഡി ആയല്ലോ. അപ്പം ശോഷറൊക്കെ ഞാൻ ഇട്ട് അപ്പോട്ടിനുണ്ടോ കുപ്പായും റെഡി ആക്കിയിട്ടുണ്ട്. കുപ്പായം ടൈറ്റ് കുപ്പായ അയച്ചിട്ട് ഒന്ന് ലൂഷാക്കാന്ന് പറഞ്ഞു. അമ്മ എന്നെ കുലിക്ക് ഞാൻ കറിനൊക്കെ കറിയിപ്പിച്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുപ്പായത്ത് നോക്കുന്നത് എനിക്കാണെങ്കിൽ ഇപ്പോൾ കുപ്പായയുടെ മൂരിൽ ഇവർ പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ. ആ ലാസ്റ്റ് കുപ്പായത്ത് അബ്ബനെ വിളിച്ചിട്ടാണ്. അബ്ബ ഫോണിലാണ്. അബ്ബാനെ വിളിച്ച് കരയാണ്. അബ്ബക്ക്
ഇഷ്ടമായിട്ടാ പറഞ്ഞത്. ഇവൻ എന്തൊക്കെയോ പറഞ്ഞ എന്റെ കഴിച്ചിലില്ലാണ്ടാക്കാണ്ട്. പക്ഷെ എനിക്ക് നല്ല കച്ചിൽ വരുന്നുണ്ട് കേട്ടോ. പറഞ്ഞാൽ കരഞ്ഞിട്ട് അതിനൊന്നുമില്ലേനു. എന്റെ ഷൂസ് ഇട്ടിട്ട് നിക്കാക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ മറിച്ചിരുന്നു. പിന്നെ എന്റെ ആവശ്യം ഒരു കയറ് പോലത്തെ ഒരു സാധനം അടിക്കുന്നു. ഇനി ഈ കുപ്പായും ആ കയറും കൂടി വെച്ചിട്ട് എന്നെ കെട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല പേരുണ്ട്. ഞാൻ അതിനാണ് കരഞ്ഞത്. ഇവർക്ക് ഇതൊന്നും മനസ്സിലാവുന്നുണ്ട്. കണ്ടോ കയറ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ തയ്ച്ചുണ്ടാക്കുന്നുണ്ട്. നോക്കി നിൽക്കണ്ടോ എനിക്ക് പേര് കണ്ടോ പോലെ അലാസ്റ്റിക് ഒക്കെ വെക്കുന്നു. പഠിച്ചോനെ ഈ കയറും ഇന്നും കൂടി ഇവരും പിടിച്ച് കെട്ടിയിടോ. ഇനി എന്നെ കൂട്ടാണ്ട് ഇവർ പോകും. അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ കറിയുന്നത്. എന്നാലും ഈ അലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള ഈ സാധനം എന്തിനേക്കൂലേ ഇതിന്റെ മേത്തേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് നല്ല പേരാവുന്നുണ്ട്. അമ്മന്നതാ തുണിയൊക്കെ മുറിക്കുന്നു. ശരിക്കും തന്നെ കെട്ടിടാനാണേക്കുന്ന ഞാൻ വിചാരിച്ചേ. നോക്ക് കണ്ട അതിന്റെ കലവ് നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വെച്ച വെറുതെ ഇത് ശരിക്കും ആ കേക്കിട്ട് പോലെ പൊട്ടിട്ടില്ലേ അതെന്റെ ഉമ്മാന്റെ ചിരിയാണ്. അപ്പൊ എന്റെ ബോയും ഡ്രസ്സും ഒക്കെ റെഡിയായി. ഞാൻ എങ്ങനെയുണ്ട് നോക്കി സൂപ്പറാണോ? അപ്പൊ കുറച്ച് പാട്ടായാലോ? ഇത്രയൊക്കെ പവർ ഇട്ട പോലെ ഞാൻ എപ്പോഴും ശുണ്ടരി എൻ്റെ അബ്ബൻ്റെ കൂടെ നിൽക്കുമ്പോഴല്ലേ അബ്ബൻ്റെ കൂടെ ഞാൻ ചുവട്ടിലൊക്കെ പോയി കേട്ടോ. ചുവട്ടിൻ്റെ വ്യൂ ഒക്കെ നോക്കി നല്ല രസമല്ലേ ഉണ്ടാവില്ലേ രസം. മലയും കുന്നൊക്കെ എനിക്കിവിടെ ഒറ്റക്ക് നിൽക്കണം പറഞ്ഞു. അബ്ബൻ നിർത്തി നമുക്ക് പേടിയാവുണ്ടല്ലോ. അബ്ബടാ എൻ്റെ ഇട്ടിട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അബ്ബ പോവാനും പോയിക്കാനും ഞാൻ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടി പോയിട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ ബൈ.